വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ. നമ്മുടെ സംസ്കാരം ഗുരുവന്ദനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് നമുക്ക് ലഭിച്ച ഉത്കൃഷ്ട പാരമ്പര്യമാകുന്നു. വേദോപനിഷത്തുക്കളിലൂടെയും പുരാണേതിഹാസങ്ങളിലൂടെയും പ്രാപ്തമായ വന്ദന സംസ്കാരം ഇന്നും നാം പുലർത്തി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്നും നമസ്കാരം എന്നും പറഞ്ഞുകൊണ്ട് നാം അഭിവാദ്യം ചെയ്യുന്നത്. കാലദേശ സമൂഹങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ഏതു പ്രവൃത്തിയും ഗുരുവന്ദനത്തിനു ശേഷമേ നാം ആരംഭിക്കാറുള്ളൂ. എല്ലാ പ്രാർത്ഥനകളും ഗുരുവന്ദനങ്ങളാകുന്നു. അക്ഷരവിദ്യ ഗുരുവിൽ നിന്നാണ് നേടുന്നത്. ഗുരുവാണ് പൊന്നാരായത്താൽ കുട്ടിയുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത്. ഗുരുവിൻ്റെ മഹത്വം കണ്ടും കേട്ടും നിരീക്ഷിച്ചും അനുഭവിച്ചും നാം അറിയുന്നുണ്ട്. പ്രാചീന കവികൾ ഗുരുവന്ദനത്തോടെയാണ് കാവ്യരചന തുടങ്ങിയിരുന്നത്. ഗു എന്ന ശബ്ദം അന്ധകാരത്തെ കാണിക്കുന്നു. രു എന്നത് നിരോധനവും. അപ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ എന്നാകുന്നു. അന്ധകാരം അജ്ഞാനമാണ്. അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം ശിഷ്യനിൽ ജ്വലിപ്പിക്കുന്നവനാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരു സൂര്യനാണെന്നും പ്രകാശഗോപുരമാണെന്നും പറയുന്നത്. ഗുരു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണെന്നു പറയാറുണ്ട്. ഗുരുവിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചേർന്നിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. തൻ്റെ മുന്നിലെത്തുന്ന ശിഷ്യനെ സംസ്കരിച്ചെടുക്കുന്നവനാണ് ഗുരു. ശിഷ്യൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് കഴിവുകൾ വികസിപ്പിച്ച് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനാണ് ഗുരു. പിറന്നു വീഴുന്ന ഓരോ കുട്ടിയിലും അപാരമായ കഴിവുകൾ ഉണ്ടെന്ന് വിദ്യാഭ്യാസ ചിന്തകരായ ജീൻ ജാക്വസ് റൂസോയും പെസ്റ്റലോസിയും സ്വാമി വിവേകാനന്ദനും പറയുന്നു. മുന്നിലെത്തുന്ന വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിച്ച് സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്ന സൃഷ്ടികർമ്മമുണ്ടല്ലോ, അത് സമർത്ഥമായി നിർവഹിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ആധുനിക വിദ്യാഭ്യാസ ചിന്തകളുടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ സ്വയം നിർമ്മിക്കുന്നതിന് ശിഷ്യനെ പ്രേരിപ്പിക്കുന്ന സുഹൃത്തും വഴികാട്ടിയും തത്വജ്ഞാനിയുമാണ് ഗുരു. ഗുരു സംരക്ഷകനാണ്. പ്രശംസിക്കേണ്ടിടത്ത് പ്രശംസിക്കാനും ശാസിക്കേണ്ടിടത്ത് ശാസിക്കാനും ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കാനും ഗുരുവിന് കഴിയും. ശിഷ്യനെ മനസ്സിലാക്കുമ്പോഴാണ് ഗുരുവിന് മാർഗദർശനം നൽകാനാകുന്നത്. ശിഷ്യൻ്റെ കഴിവുകൾ മനസ്സിലാക്കുന്ന ഗുരുവിനെ ഒരു നല്ല പ്രോത്സാഹകനാകാൻ കഴിയും. പ്രോത്സാഹനം ശിഷ്യനെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും, വിജയത്തിലേക്ക് നയിക്കും. ഒരു നല്ല ഗുരുവിന് ശിഷ്യനിലെ ദുർവാസനകളെ ഒഴിവാക്കാൻ കഴിയും. മനസ്സിൽ നിന്ന് ജീർണതയുടെ, ഹിംസയുടെ, അക്രമങ്ങളുടെ, അനാചാരങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ ജന്മവാസനകളെ പിഴുതെറിയുന്ന ഗുരു ശിഷ്യന് സംസ്കാരത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശനം നൽകുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരകത്വത്തിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുവാൻ ഗുരുവിന് കഴിയും. ഇത് ഗുണാതീതത്വമാകുന്നു. ഇവിടെ ഗുരു പരമസത്തയാകുന്നു. ആ ഗുരുവിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുക. ഗുരുവിൻ്റെ കൃപാകടാക്ഷത്തിനായി പ്രാർത്ഥിക്കുക. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി സേതുമാധവൻ.